മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു. മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു. ആരും കാണാതെ പൂച്ചൂടി ഞാനൊന്നു പാടി ശാരികേ ശാരികേ. ഞാനൊരു ഗാനമായി വീണ പാടും വീണമായി. ഞാനൊരു ഗാനമായി വീണ പാടും വീണമായി. സ്നേഹമാകും പൂച്ചൂടി ദേവതയായി ശാരികേ ശാരികേ. മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു. മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു. ആരും കാണാതെ പൂച്ചൂടി ഞാനൊന്നു പാടി ശാരികേ ശാരികേ. ആ എൻ ശാരിക എന്ന് വരുന്ന ആ സംഗതി പാച്ചിച്ചേട്ടൻ ആ പെരട്ടും ആ സംഗതികളൊക്കെ അവിടുത്തെ പെരട്ടും ഇവിടുന്ന് തൊണ്ടേന്ന് വരുന്നൊക്കെ ഒരുപോലെ പെറുക്കി പെറുക്കി അതൊന്ന് രണ്ടുപേരോടൊന്ന് ഒന്ന് ജാം ചെയ്യോ? ആരും കാണാതെ പൂച്ചൂടി ഞാനൊന്നു പാടി ശാരികേ ശാരികേ. അപ്പൊ ഈ തിരിച്ചു വരവ് കാര്യം വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഇൻഡസ്ട്രിയിലോട്ട് തിരിച്ചു വരുന്നത്. പക്ഷെ അതും ഈ ഒരു ടൈറ്റ് ഷെഡ്യൂളിലാണ്, ടൈറ്റ് ടൈമാണ്. കാരണം എല്ലാ കലാകാരന്മാരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമാണ്. കാരണം ഈ ഒരു കോവിഡ് കാരണം ഇപ്പം എല്ലാം ഒന്ന് ശരിയായിക്കൊണ്ട് വരുന്ന ഒരു സമയം. ശരിക്കും പറഞ്ഞ ഒരു പോസിറ്റീവ് ടൈമാണ്, എല്ലാം ശരിയാകുന്ന സമയം. അപ്പോൾ ഈ തിരിച്ചു വരവ് എങ്ങനെയുണ്ട്? തിരിച്ചു വരവ് ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടല്ല, ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സ്പേസിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ തന്നെയാണ് അതിനൊരു കാരണം. ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങനെ FB Instagram ഒന്നും ഇല്ലായിരുന്നു. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഞാനിപ്പം നിരന്തരം വീഡിയോസ് ഇടുന്നുണ്ട്. യൂട്യൂബ് ചാനൽ തന്നെയാണ് ഇപ്പം വീണ്ടും ഈ ഫീൽഡിലേക്ക് എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നത്. വിദ്യാ സ്വരാജ്, വിദ്യാ വിശ്വംഭരൻ എന്നാണ് എൻ്റെ ഒഫീഷ്യലി എൻ്റെ പേര്. അതാണ് ഇപ്പോൾ വിദ്യാ സ്വരാജ് ആണ് ആഫ്റ്റർ മാരേജ്. അപ്പം വിദ്യാ വിശ്വംഭരനുമാണ് വിദ്യാ സ്വരാജുമാണ്, രണ്ടും ഞാൻ തന്നെയാണ്. അപ്പോൾ എന്താണ് ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾ? എന്താണ് അവസരങ്ങൾ എല്ലാവരെ പോലെ തന്നെ ഞാൻ എവിടോട്ട് എത്താനാണെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതാണ് ആദ്യം. അപ്പോൾ അതാണ് ഇപ്പം എന്നിൽ നിന്ന് അത് എങ്ങനെയോ പോയി. അപ്പോൾ എല്ലാവരെ പോലെയും ആ ഒരു ആഗ്രഹം തന്നെയാണ് എൻ്റെ മനസ്സിൽ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ അല്ലേ? ഒരു പ്ലേബാക്ക് സിംഗർ ആകണമെന്ന് ആഗ്രഹം പറയാൻ പറ്റുന്നില്ല. പലർക്കും എന്നെ അറിയില്ല, ആർക്കും അങ്ങനെ അറിയില്ല. സോങ് എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നെ ആർക്കും അങ്ങനെ അറിയില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു ജോസ്കോ ജുവലേഴ്സ് മ്യൂസിക് 7-ലൂടെ വിദ്യാ സ്വരാജ് അല്ലെ, ഇനി വിദ്യാ സ്വരാജിലൂടെ നല്ലൊരു പ്ലേബാക്ക് സിംഗർ ആവാൻ സാധിക്കും എന്ന് തന്നെയാണ് വലിയൊരു പ്രതീക്ഷ.